ഹലോ, നമുക്കിന്നൊരു കപ്പ ഉപ്പേരി ഉണ്ടാക്കിയാലോ? ഉപ്പേരി എന്ന് പറയുമ്പോൾ നിങ്ങൾ കപ്പ വറുത്തതാണെന്ന് വിചാരിക്കല്ലേ. ചില നാട്ടിലൊക്കെ ഉപ്പേരി എന്ന് പറഞ്ഞാൽ ഈ വറുത്തെടുക്കണേനാട്ടോ ഉപ്പേരി എന്ന് പറയുക. കപ്പ ഉപ്പേരി, ചക്ക ഉപ്പേരി എന്നൊക്കെ പറഞ്ഞാൽ. നമ്മുടെ ഇവിടെ ഉപ്പേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ ചതച്ചിട്ടെടുക്കുന്നതിനാണ് ഉപ്പേരി എന്ന് പറയുക. അപ്പോൾ ഞാൻ 2 ചെറിയ കപ്പയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ കപ്പയ്ക്കും പല നാട്ടിൽ പല പേരാണ് പറയുക. ചില നാട്ടിൽ മരച്ചീനി എന്ന് പറയും, ചില നാട്ടിൽ കൊള്ളി എന്ന് പറയും. നമ്മുടെ ഇവിടെ കപ്പയെന്നാണ് കേട്ടോ പറയുക. അപ്പോൾ അതൊന്ന് തൊലി കളഞ്ഞ് നമുക്ക് കഴുകിയെടുക്കണം. അപ്പോൾ ചെറുതായിട്ട് നമ്മൾ പീസായിട്ട് കട്ട് ചെയ്താൽ നമുക്ക് തൊലി കളയാൻ നല്ല എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി കൊത്തി നോക്കാവേ. അപ്പോൾ എല്ലാം ദേ നുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കുക്കറിലോട്ട് ഇടാവേ. കപ്പ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇടണം. എന്നിട്ട് അതിൻ്റെ നെകയ്ക്ക് ആയിട്ട് ഞാൻ വെള്ളം ഒഴിക്കണത്. അപ്പോൾ നമുക്കിതൊന്ന് വേവിക്കാൻ വയ്ക്കാവേ. ഇത് ഒരു ചെരുവത്തിൽ വെള്ളം എടുത്തിട്ട് അതിനകത്തോട്ട് കപ്പ ഇട്ടിട്ടാണെങ്കിൽ നമുക്ക് പുഴുങ്ങിയെടുക്കാം കേട്ടോ. ഇതിപ്പോൾ കുക്കറിൽ വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടണോണ്ടാണ് ഞാൻ കുക്കറിൽ വെച്ചത്. അപ്പോൾ ഇതേ നമുക്ക് അതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ ഇതേ അതിനകത്ത് ഇതേ തേങ്ങ ഇട്ടു, 2 പിടി തേങ്ങ ഇട്ടു, 3 കൊച്ചുള്ളി ഇട്ടു, 2 പച്ചമുളക് ഇട്ടു, 3 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടു, പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കതൊന്ന് ചതച്ചെടുക്കാവേ. അപ്പോൾ നമ്മുടെ കപ്പ വെന്തിട്ടുണ്ട്. ഞാൻ 2 വിസിലാണ് കപ്പയ്ക്ക് അടിച്ചത്. ഇവിടെ അനീഷയാണ് ഇത്തിരി കുഴഞ്ഞിരിക്കണം, അതുകൊണ്ടാണ് ഞാൻ 2 വിസിൽ അടുപ്പിച്ചത്. നിങ്ങൾക്ക് അധികം കുഴയണ്ടെന്നുണ്ടെങ്കിൽ 1 വിസിൽ അടുപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്കൊരു ചീനച്ചട്ടി വെച്ചിട്ട് കടുക് വറുത്തെടുക്കാവേ. കപ്പയും ചക്കയൊക്കെ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരല്ലേ ഉള്ളത്? എനിക്ക് ഇഷ്ടം കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. കപ്പയേക്കാൾ കൂടുതൽ ഇഷ്ടം എനിക്ക് ചക്കയാണ് കേട്ടോ. ഇവിടെ അനീഷേട്ടന് ഇതൊന്നും താല്പര്യമില്ല കേട്ടോ. ചക്ക ഒട്ടും ഇഷ്ടമല്ല, കപ്പ പിന്നെയും കഴിക്കും കേട്ടോ. ഒരാൾ അവിടെ വന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ട്. അമ്മ എന്താ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. കപ്പ ഉപ്പേരിയാന്ന് പറഞ്ഞപ്പോൾ ആദ്യമൊക്കെ ഹായ് കപ്പ ഉപ്പേരി എന്ന് പറഞ്ഞ് അവന് കഴിക്കാൻ കൊടുക്കുമ്പോൾ പിന്നെ അവൻ കഴിക്കില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കപ്പയൊക്കെ നമ്മൾ ആ കടുക് വറുത്തതിലോട്ട് ഇട്ടു. ഇനി നമുക്ക് നമ്മുടെ തേങ്ങ ചതച്ചതോടുകൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവേ. നല്ല മഴയത്ത് 1 ഗ്ലാസ് കട്ടൻ ചായയും ഈ കപ്പയും പിന്നെ ഇത്തിരി മീൻകറിയും കൂടി കൂട്ടി കഴിക്കാൻ എന്തായാലും ടേസ്റ്റ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കപ്പ ഉപ്പേരി അങ്ങനെ കപ്പ പുഴുക്കായിട്ടുണ്ട്. കപ്പ അധികം വേവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല വെറുന്ന് കിടക്കും കേട്ടോ. അപ്പോൾ അനീഷേട്ടന് ഇങ്ങനെ ഇരിക്കണതാണ് ഇഷ്ടം. അപ്പോൾ ഞങ്ങൾ ഈ കപ്പയോടൊപ്പം മീൻകറി അല്ലാട്ടോ കഴിച്ചത്. എന്താണ് ഞാൻ അടുത്ത വീഡിയോ പറയാവേ. ബൈ.